ജാതി എന്നത് വെറുമൊരു തൊഴിൽ വിഭജനമല്ല, അത് മനുഷ്യന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന കൃത്രിമമായ ഒരു മതിൽക്കെട്ടാണ്. 90 വർഷങ്ങൾക്ക് മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 1936 അംബേദ്കർ എഴുതിയ ജാതി ഉന്മൂലനം എന്ന വിപ്ലവകരമായ കൃതിയിലെ വാക്കുകളാണിത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ജാതി എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ജാതിയില്ല എന്ന് പറയുന്നവരോടാണ്. തുടച്ചു മാറ്റപ്പെടേണ്ട ജാതീയതയുടെ മതിൽക്കെട്ടുകൾ ഇന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ്. ജാതി ഉണ്ട് എന്ന് തന്നെയാണ് കൃത്യമായ ഉത്തരം. പക്ഷേ അത് മതിൽക്കെട്ടിനപ്പുറം യമുന നദിയിലെ അതികഠിനമായ വിഷലിപ്തമായ പത പോലെ നുരഞ്ഞു പൊങ്ങി രാജ്യം മുഴുവനും അങ്ങ് പരന്നൊഴുകുകയാണ്. ഇനിയൊരു ചോദ്യം, ഇന്നും നമുക്ക് ജാതി ഉന്മൂലനത്തിന് ശേഷവും മുൻപും ഇന്ത്യ എന്ന് പറയാൻ കഴിയുമോ? അതായത് നാം ഇന്നും എവിടെയാണുള്ളത്? ഇനി ഇന്നലകളെ വിട്ട് ഇന്നിലേക്ക് വരാം. അംബേദ്കർ അന്ന് ഭയപ്പെടുകയും പോരാടുകയും ചെയ്ത അതേ സവർണ വരേണ്യ അജണ്ടകളാണ് ഇന്ന് BJP സർക്കാർ ഇന്ത്യയിൽ വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഘർ വാപ്പസി, ഗോവധ നിരോധനത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ, ഇവയെല്ലാം മടങ്ങിപ്പോക്കാണ്. ഇതിലൂടെയെല്ലാം രാജ്യത്തെ പഴയ ജാത്യാധികാര ഘടനയിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ മറ്റൊരു സത്യം എന്തെന്നാൽ ഈ വരേണ്യ ജാതിബോധം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നുരഞ്ഞു പൊങ്ങുക തന്നെയാണ്. ദിനം പ്രതി എവിടെയും ഉയർന്നു കേൾക്കുന്ന വിധത്തിൽ ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുകയാണ്. അത് പകുതിയിലേറെയും പുറം ലോകം അറിയുന്നില്ലെന്നാണ് സാരം. ഏറ്റവും ഒടുവിൽ UPയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് പെൺകുട്ടിക്കു നേരെ അതിക്രമമാണ് പുറത്തു വന്നത്. മുടിയിൽ പിടിച്ച് വലിച്ച് റോഡിലൂടെ നടത്തി മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഉത്തരാഖണ്ഡിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ 18കാരനായ ദളിത് യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇത് പുറം ലോകം അറിയുന്നവ മാത്രമാണ്. നമ്മൾ പ്രബുദ്ധരെന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലും എത്രത്തോളം ജാതി ആഴത്തിൽ കിടക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് തിരുവനന്തപുരം കട്ടല ട്രൈബൽ സ്കൂളിൽ നടന്നത്. BJP നേതാവും അവിടുത്തെ MLAയുമായ V മുരളീധരൻ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മിഠായി വിതരണം ചെയ്ത രീതി നമ്മളെ ലജ്ജിപ്പിക്കുന്നതാണ്. ജാതിയുടെ പേരിൽ സ്കൂൾ ബസ് ആയയെ മാറ്റുന്ന അവസ്ഥ ഇന്നും ഇവിടെയുമുണ്ട്. മധുവും കെവിനും ഇന്നും നീറുന്ന ഓർമ്മ തന്നെയാണ്. ഇനി ഇന്നും ജാതിയില്ലെന്ന് പറയുന്നവരോട് സ്വയം ചോദിക്കാനൊരു ചോദ്യം, എന്താണ് യഥാർത്ഥത്തിൽ ജാതി? ഉത്തരം ഇങ്ങനെയാണ്: മനുഷ്യനെ അവൻ ജനിച്ച കുലത്തിന്റെ പേരിൽ ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും തരംതിരിച്ച് താഴ്ന്നവനെ അശുദ്ധനായി മാറ്റി നിർത്തുന്ന അതിക്രൂരമായ വിവേചനമാണ് ജാതി വ്യവസ്ഥ. ആദിവാസി കുട്ടികളുടെ കയ്യിൽ തൊട്ടാൽ അശുദ്ധമാകുമെന്ന് കരുതുന്ന പഴയ അയിത്ത ചിന്താഗതികളുടെ ആധുനിക രൂപമാണ് ഇന്ന് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പോലും ഉണ്ടായത്. അധികാരത്തിന്റെ ധാർഷ്ട്യവും ജാതി ചിന്തയും കലരുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു തലമുറയുടെ ആത്മാഭിമാനമാണ്.